ബ്രദറെ, ശരിക്കും ആരാണ് ഈ ഫ്രാൻസിസ്? ഇതിന് മാത്രം ഫാൻസൊക്കെ ഉള്ള, ഇതിന് മാത്രം വലിയ സംഭവമാണോ? ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസിന് ശരിക്ക് രണ്ട് ജീവിതമുണ്ട്. ഒന്ന് സാധാരണ പോലെ ലോകത്തിലുള്ള ഫ്രാൻസിസ്, രണ്ടാമത് സ്പോലേറ്റോയുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് പെടഞ്ഞു വീണ ഒരു ചെറുപ്പക്കാരനായ ഫ്രാൻസിസ്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ മാറി മറയുകയാണ്. നമ്മുടെ പോലെയൊന്നും അല്ല കേട്ടോ. ചെറിയൊരു ധ്യാനം കൂടി 2 ദിവസം മാന്യമായിട്ട് നടക്കുന്ന പോലെയൊന്നും അല്ലായിരുന്നു ഫ്രാൻസിസിൻ്റെ ദൈവവിളി. ഫ്രാൻസിസിനത് പിന്നെ ജീവിതത്തിൻ്റെ ഭാഗമായി, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലൊക്കെ ഫ്രാൻസിസ് പരിപൂർണമായി ഈശോയുടെയും മാറി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്രാൻസിസിന് പ്രകൃതിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? ശരിക്കും ഈ ഭൂമി മുഴുവൻ അദ്ദേഹത്തിന് ദൈവത്തെ തേടാനും ദൈവത്തെ കണ്ടെത്താനുമുള്ള ഒന്നായിരുന്നു. അദ്ദേഹം സുവിശേഷം വായിച്ചു, പിന്നെ വായിച്ചത് മുഴുവൻ പ്രകൃതിയിൽ നിന്നും കിട്ടിയ സുവിശേഷമാണ്. ചെടികളും മരങ്ങളും കിളികളും, എന്തിന് പുൽച്ചാടിയോട് പോലും ഫ്രാൻസിസിന് ചില സുവിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. കിളികളുടെ പാട്ടും ഈ കളകളാരവം മുഴക്കുന്ന നദികളും ഒക്കെ ഫ്രാൻസിസിന് എന്നും കർത്താവിൻ്റെ സങ്കീർത്തനങ്ങളായിരുന്നു. ഈ ഭൂമി മുഴുവനൊന്നും നോക്കിയേ, ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? നമ്മളെ പ്രകൃതിയിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കുന്ന സ്നേഹനിധിയാണ് ഫ്രാൻസിസ്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അല്ലേ?